നമുക്കറിയാലോ വിശുദ്ധ കുർബാനയെ നമ്മൾ എത്രമാത്രം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു അത്രയും നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കത് അനുഭവവേദ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പല രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളിന്ന് കുർബാനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കുർബാന എന്ന് പറയുന്ന പദം അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, മൂലപദം എവിടെ നിന്ന് വന്നിരിക്കുന്നു, അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്. ശ്രദ്ധിച്ച്, കുർബാന എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത് സുറിയാനി മൂലപദത്തിൽ നിന്ന്. സുറിയാനിയിൽ ഒരു ക്രിയാരൂപമുണ്ട്, ക് റവ് എന്നാണ് അത് പറയുന്നത്. കാറേവ് അല്ലെങ്കിൽ ക് റവ് എന്ന് പറഞ്ഞാൽ അതിന് 4 അർത്ഥങ്ങളാണുള്ളത്. എത്ര അർത്ഥങ്ങളാണുള്ളത്? 4 അർത്ഥങ്ങളാണ് കിറിവ് എന്ന് പറയുന്ന സുറിയാനി പദത്തിനുള്ളത്. ഒന്നാമത്തെ അർത്ഥം ടു ബ്രിങ്ങിങ് നിയറർ അല്ലെങ്കിൽ ടു കം നിയറർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമീപത്തേക്ക് വരിക. ഒന്നാമത്തെ അർത്ഥം എന്താണ്? സമീപത്തേക്ക് വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ അർത്ഥം ടു ലിഫ്റ്റ് അപ്പ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉയർത്തുക. എന്താണ് അർത്ഥം? ഉയർത്തുക. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കുർബാന എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് ആണ്. എന്ന് പറഞ്ഞാൽ കുർബാന ഒരു ബലിയാണെന്ന് ഉള്ള അർത്ഥമാണ് മൂന്നാമത്തത്. ഏറ്റവും അവസാനത്തെ അർത്ഥം, 4ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കുർബാന ഒരു സെലിബ്രേഷൻ ആണ്. കുർബാന ഒരു ആഘോഷമാണ്. വെരി ഗുഡ്. 4 അർത്ഥങ്ങൾ അല്ലേ? 4 അർത്ഥങ്ങൾ. കുർബാന എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. സുറിയാനി പദമായ കിറവ് എന്ന് പറയുന്ന ആ മൂലപദത്തിൽ അതിന് 4 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം നമ്മൾ കാണാൻ പോകുന്നു. ഒന്നാമത്തെ അർത്ഥം സമീപത്തേക്ക് വരിക എന്നുള്ളതാണ്. അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തേക്ക് വരുന്നു? ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അത് നമ്മളെ കുറച്ചുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു വചനഭാഗമുണ്ട്. ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഭാപിതാക്കന്മാർ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യത്തെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്. വചനം നമുക്ക് കേൾക്കാം. 6:6 ഏശയ്യ 6:6 നമ്മൾ വായിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടോ? ആദ്യത്തെ അർത്ഥം എന്താണ്? അടുത്തേക്ക് വരിക. കുർബാനയുടെ ആദ്യത്തെ അർത്ഥം അടുത്തേക്ക് വരിക. ഇവിടെ ഏശയ്യയുടെ അടുത്തേക്ക് സെറാഫുകളിൽ ഒന്ന് വരികയാണ്. കയ്യിൽ എന്തുണ്ട്? കയ്യിൽ ഒരു കൊടിലുണ്ട് അല്ലെ? കൊടിലിൽ എന്തുണ്ട്? തീക്കനലുണ്ട്. ഈ തീക്കനലുമായിട്ടാണ് ഏശയ്യയുടെ അടുത്ത് വന്നിച്ച് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരത്തെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഏശയ്യയുടെ അടുത്തേക്ക് കൊടിൽ കൊണ്ടെടുത്ത തീക്കനൽ ഏശയ്യയുടെ നാവിൽ വെച്ച് കൊടുത്തിട്ട് ഈ സെറാഫുകളിൽ ഒന്ന് പറയാണ്, ഇത് നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കണ്ടോ? അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം നടക്കുന്നത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? പഴയ നിയമത്തിലാണ് ഏശയ്യയുടെ ദർശനം നമ്മൾ വായിക്കുക അല്ലേ? പുതിയ നിയമത്തിൽ ഇതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്, ഒരു ബലിപീഠമുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ബലിപീഠമുണ്ട്, നമ്മുടെ പള്ളിക്ക് ഒരു ബലിപീഠമുണ്ട്. പഴയ നിയമത്തിൽ ഏശയ്യ ബലിപീഠത്തിൽ നിന്ന് ഏശയ്യയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നത് എന്താണ്? തീക്കനൽ. നിങ്ങളെ ആരെങ്കിലും മലങ്കര കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് തീക്കട്ട എന്നാണ്. കുർബാനയ്ക്ക് പറയുന്ന പേരെന്താണ്? തീക്കട്ട. അപ്പം പുതിയ നിയമത്തിലെ ബലിപീഠമായ ബലിപീഠത്തിൽ നിന്നും ബലിപീഠത്തിലുള്ള തീക്കട്ട എന്താണ്? തീക്കട്ട എന്താണ്? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട പഴയ നിയമത്തിൽ കൊടിൽ കൊണ്ടാണ് എടുത്തത് അല്ലേ? ചവണ കൊണ്ടാണ് സെറാഫുകളിൽ ഒന്ന് എടുത്തതെങ്കിൽ പുതിയ നിയമമാകുന്ന ബലിപീഠത്തിൽ നിന്നും ഈ തീക്കട്ടയാകുന്ന കുർബാന എടുക്കുന്ന കൊടിൽ ആരാണ്? വൈദികനാണ് അല്ലേ? വൈദികൻ ഈ തീക്കട്ട എടുത്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും അല്ലേ? നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാവിൽ വെച്ച് തരും. കണ്ടോ? ഏശയ്യയ്ക്ക് ഉണ്ടായ അതേ ദർശനമാണ് അല്ലെങ്കിൽ അതേ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട വൈദികനടുത്ത് നമ്മുടെ നാവിൽ വെച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? കുർബാന എന്ത് നമ്മളെ ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു. കണ്ടോ? തീക്കട്ടയാകുന്ന കുർബാന നമ്മളെ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു. തീക്കട്ടയ്ക്ക് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന് ചൂട് പകരുന്നു, 2 പ്രകാശം കൊടുക്കുന്നു. തീക്കട്ടക്കരികിൽ ഒരു കരിക്കട്ട കൊണ്ടുവച്ചാൽ ഈ കരിക്കട്ടയ്ക്ക് എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? എന്ത് സംഭവിക്കും? അല്പം കഴിയുമ്പോൾ
കരിക്കട്ട എന്തായിട്ട് മാറും? തീക്കട്ടയായിട്ട് മാറും അല്ലേ? ഇതിന്റെ ചൂടും ഇതിന്റെ പ്രകാശവും ചെന്ന് ചെന്ന് അവസാനം അല്പം കഴിയുമ്പോൾ ഈ കരിക്കട്ട എന്തായിട്ട് മാറും? തീക്കട്ട എന്താണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. കുർബാനയ്ക്ക് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തീക്കട്ട ശരിക്കും എന്താണ്? വിശുദ്ധ കുർബാനയാണ്. അവിടെ നിൽക്കുന്ന കരിക്കട്ട ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാകുന്ന കരിക്കട്ടക്കരികിലേക്ക് ആരെത്തുന്നു? ഈശോയാകുന്ന കുർബാന എത്തുന്നു. കുർബാന എത്തുമ്പോൾ ഈ കരിക്കട്ട എന്തായിട്ട് മാറുന്നു? കണ്ടോ, നമ്മൾ തീക്കട്ടയായിട്ട് മാറുന്നു. കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു കുർബാനയായിട്ട് മാറണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. മാത്രമല്ല ഈ തീക്കട്ടയുടെ പ്രത്യേകതകൾ ഇനി നമ്മളാണ് വഹിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രകാശം കൊടുക്കണം ഈശോയെ പോലെ അല്ലേ? നമ്മൾ ചൂട് പകരണം മറ്റുള്ളവർക്ക്. കുർബാനയായിട്ട് നമ്മൾ മാറണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യത്തെ അർത്ഥം എന്താണ്? സമീപത്തേക്ക് വരിക. അവൻ തീക്കട്ടയായിട്ട് നമ്മുടെ സമീപത്തേക്ക്, കരിക്കട്ടയാകുന്ന നമ്മുടെ സമീപത്തേക്ക് വരുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മളെ തീക്കട്ടയാക്കി വിശുദ്ധീകരിക്കാൻ. ആദ്യത്തെ അർത്ഥം നമ്മൾ കണ്ടു. രണ്ടാമത്തെ അർത്ഥം എന്താണ്?